സമാധാനമെങ്കിൽ സമാധാനം, അല്ല യുദ്ധമെങ്കിൽ യുദ്ധം. ഇറാൻ്റെ ഈ പ്രഖ്യാപനം അമേരിക്കയ്ക്കെതിരെ ശരിക്കും ഇറാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി മാറുകയാണ്. വെടിനിർത്തൽ ഇറാന് വേണ്ടി നീട്ടിക്കൊടുത്തു എന്നതിനർത്ഥം അമേരിക്ക യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വെടിനിർത്തൽ കരാറിൻ്റെ സമയം ഇന്നലെ കഴിയുന്നതോടെ ഇറാനെ തീർത്തുകളയുമെന്നും ലോകം തന്നെ ഇല്ലാതാകുമെന്നൊക്കെയുള്ള മുഴുവൻ ഉള്ളൊരു സംസാരമുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ ഒരു തരി കുലുങ്ങിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇറാൻ അതിനേക്കാളും കടുപ്പിക്കുകയാണിപ്പോൾ. അമേരിക്ക ഉപരോധം നീക്കിയാൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, പുതിയ ചർച്ചയ്ക്ക് മുൻപ് തന്നെ നീട്ടി നൽകലല്ല വേണ്ടത്, അമേരിക്ക വെടിനിർത്തൽ ലംഘനം തന്നെ അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ അംബാസഡർ ആമീർ സൈർ ഇൻവാനി താക്കീത് നൽകിവിട്ടത്. ഉപരോധം നീക്കിയാൽ ഇസ്ലാമാബാദിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരില്ലെന്നും ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഏത് സാഹചര്യം നേരിടാനും ഇറാൻ തയ്യാറാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. സൈനികാക്രമണത്തിൻ്റെ തുടക്കക്കാർ ഞങ്ങളല്ലെന്നും ഒരു രാഷ്ട്രീയ പരിഹാരത്തിന് അവർ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്നും ഇറാൻ പറയുമ്പോൾ ശരിക്കും അവരുടെ നിലപാടുകൾ അറിയിക്കുകയും അതുപോലെ നിലപാടില്ലാത്ത ട്രംപിനത് നാണക്കേടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. യുദ്ധമാണ് അവർ നോക്കുന്നതെങ്കിൽ ഇറാൻ അതിനും തയ്യാറാണെന്നും, അല്ല സമാധാനമാണ് വേണ്ടതെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണെന്നും ഇറാൻ പറഞ്ഞത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. അമേരിക്ക പിടിച്ചെടുത്ത ടൗസ്ക കപ്പൽ വിട്ടയക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇറാൻ അംബാസഡർ UN സെക്രട്ടറി ജനറലിന് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കിയത്. കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര നിയമലംഘനമെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസിൽ കപ്പലിന് നേരെ IRGC വെടിയുതിർത്തതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒമാൻ തീരത്തിനടുത്ത് വെച്ചാണ് വെടിവെപ്പുണ്ടായത്. ഏത് രാജ്യത്തിൻ്റെ കപ്പലിന് വെടിയേറ്റത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇറാനെതിരായ യുദ്ധത്തിൽ 2 ആഴ്ചത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനിടയിലാണ് IRGC കപ്പലിന് നേരെ വെടിവെച്ചത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ ഉപരോധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാനാണ് ഭാവമെങ്കിൽ വിട്ടുകൊടുക്കില്ലെന്നും തങ്ങളുടെ കപ്പൽ ആക്രമിച്ചവരെ വെറുതെ വിടില്ല എന്നും അതിനായി ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നും മുന്നറിയിപ്പ് നൽകുന്ന ഇറാൻ സത്യത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ്റെ ആക്രമണവും ഉണ്ടായത് നമ്മൾ കണ്ടു. ഇന്ന് പുലർച്ചെ ഒമാൻ തീരത്ത് 15 നോട്ടിക്കൽ മൈൽ അകലെ ചരക്കുകപ്പലിന് നേരെ IRGC ഗൺബോട്ടിൽ നിന്ന് വെടിവെപ്പുണ്ടായത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ സായുധ ബോട്ട് കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിവെപ്പ് നടത്തിയത് ലോകത്തെ ഞെട്ടിച്ചതാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടത്തിയ ഈ ആക്രമണത്തിൽ കപ്പലിൻ്റെ കമാൻഡ് സെൻ്ററായ ബ്രിഡ്ജിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അങ്ങനെ ഇറാനെ ലെവലേശം പോലും കീഴ്പ്പെടുത്താൻ അമേരിക്കക്കായിട്ടില്ല എന്നുള്ളതാണ് സത്യം.